ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു കമ്മൽ കളക്ഷൻ വീഡിയോ ആണ്. എല്ലാം മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. മുമ്പൊന്നും ഞാൻ വലിയ ജുംകാസോ വലിയ ഓവർ സൈസ്ഡ് ഒന്നും ഇടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഓരോന്ന് ആഡ് ചെയ്ത് തുടങ്ങിയത്. മുമ്പ് എനിക്ക് സ്റ്റഡ് മാത്രം ഇഷ്ടമുണ്ടായിരുന്നത്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കമ്മലാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ഇസ്ഫ കളക്ഷൻ എന്നാണ്. ഇസ്ഫ കളക്ഷൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഒരു ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പോൾ അവിടെ നിന്നായിരിക്കും എൻ്റെ മോസ്റ്റ്ലി ഞാൻ ഇപ്പോഴത്തെ എൻ്റെ കളക്ഷൻസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യല്. അപ്പോൾ ഇസ്ഫ കളക്ഷൻ വാങ്ങിയ കമ്മലൊക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതും ഒരു ഓവർ സൈസ്ഡ് കമ്മലാണ്. പിന്നെ നെക്സ്റ്റ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ. നമുക്ക് കുർത്താസിൻ്റെ കിഴക്കൊക്കെ നല്ല മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കമ്മലാണ്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു കമ്മലാണ്. ഇതൊരു ബ്ലാക്ക് മെറ്റൽ പോലത്തെ ഒരു കമ്മലാണ്. ഇത് ഗണപതിയാണ് ഇരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു സിമ്പിൾ ഓക്സിഡൈസ്ഡ് ഒരു സ്റ്റഡ് ടൈപ്പാണ്. ഇത് വലിയ ഓവറില്ല, അപ്പോൾ കാഷ്വൽ വെയറിൻ്റെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ്. നെക്സ്റ്റ് ഈ ഒരു ചെറി കമ്മല വെസ്റ്റേൺ വെയറിൻ്റെ ഒക്കെ കൂടെ മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കമ്മലാണ് കേട്ടോ. ഇത് ഇടല് നമുക്കിത് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ എടുക്കാം, ഇതിലോട്ട് ഇങ്ങനെ ഇടലാണ്. ഓക്കെ, ഇതിൻ്റെ ട്രെൻഡിങ് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ഔട്ടായും തോന്നുന്നു. നെക്സ്റ്റ് ഈ ഒരു കമ്മലാണ്. ഇത് നമുക്ക് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് ജിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കമ്മലാണ്. ഇത് ഗ്രീൻ വരുന്നതുകൊണ്ട് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിൽവർ ചെയിൻ ഒരു ചെറിയൊരു കമ്മലാണ്. ഇത് നമുക്ക് കാഷ്വലായിട്ട് ഓഫീസ് വെയറിൻ്റെ കൂടെയും അങ്ങനെയൊക്കെ പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കമ്മലാണ്. അപ്പോൾ ഇസ്ഫ കളക്ഷനിൽ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. ട്രഡീഷണൽ മാത്രമല്ല, നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കമ്മലൊക്കെ ഉണ്ട്. കമ്മൽ മാത്രമല്ല കേട്ടോ, എല്ലാം ഉണ്ട്. ജ്വല്ലറി, നെക്ക് പീസ് ഉണ്ട്, വലിയ വലിയ ഹാരം, ചോക്കർ, പിന്നെന്താ പറയുക കുറേ കമ്മൽ കളക്ഷൻസ്, പിന്നെ സ്റ്റഡ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഇസ്ഫ കളക്ഷൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കമ്മൽ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടാട്ടോ, പുതിയതാണ്. ഇത് ഇങ്ങനെ എന്താ പറയല്, അമ്മേനെ എന്താ പറയുക പറയല്, കൊക്ക കമ്മലാണ്. ഇങ്ങനത്തെ ടൈപ്പെല്ലാം വരുന്നത് നമ്മ ഇങ്ങനെ കൊക്ക കമ്മൽ കേട്ടോ. ഇത് വേറൊരു കൊക്ക കമ്മലാണ്. ഇത് നമുക്ക് സിൽവർ അല്ല, ഇത് ഒരു ഓക്സിഡൈസ്ഡ് ടൈപ്പാണ്. ഇത് നല്ലൊരു കമ്മലാണ്. ഈ ഒരു സ്റ്റഡാണ്. ഇതും നമുക്ക് ഒരു കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ഹെവി സ്റ്റഡാണ്. ഇതൊരു സ്റ്റഡാണ്. ഇതും ഒരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സംഭവമല്ലേ, അപ്പോൾ വാങ്ങിയത് തന്നെയാണ്. ഇത് അഗെയിൻ നമുക്ക് ഓഫീസ് വെയർ, കാഷ്വൽ വെയർ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കമ്മലാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, ഇതിപ്പോൾ കുറച്ച് ട്രെൻഡിങ് തന്നെ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വരുന്നില്ലേ, ഈ ഒരു ടൈപ്പ് അല്ലേ, ഈ ഒരു ടൈപ്പാണ്. ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കമ്മലാണ്. കുറച്ച് സ്റ്റഡ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെ കാണിക്കുന്നില്ല, അത് നോർമലാണ്. പിന്നെ ഇസ്ഫ കളക്ഷൻ്റെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞു തോന്നുന്നു. ഇത് ഞാൻ എഴുന്ന് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ലക്ഷ്മി ആൻറ്റിക് ജുംക്കയാണ്. ഇത് ഞാൻ എൻ്റെ കല്യാണത്തിന് വാങ്ങിയതാണ് കേട്ടോ. ഇതും സൂപ്പറാണ്. ഇത് ഞാൻ ഡ്രീം ജ്വൽ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പേജിൽ നിന്ന്, ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കമ്മൽ ഞാൻ മീഷോന്ന് വാങ്ങിയത്. ഇതാ ഞാനിപ്പോൾ ഇട്ടിട്ടില്ലേ മാലയില്ലേ, അതിൻ്റെ കൂടെ ഉള്ള പെയറാണ്. പക്ഷെ ഇതും തമ്മിൽ അത്ര വലിയ ബന്ധമില്ല കേട്ടോ. എന്നാലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്ന കമ്മലാണിത്.
ഇതും അത്യാവശ്യം കുറച്ച് വലുതാണ്. എഗെയിൻ ഇതൊരു ലക്ഷ്മി കമ്മലാണ്. ഇത് ഞാൻ ലോക്കൽ പർച്ചേസാണ്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് ടൗണിൽ നിന്ന് ഏതോ ഒരു ഫാൻസിന്ന് വാങ്ങിയതാണ്. ഇത് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയതാണ്. ഇതും അതേപോലെ നാട്ടിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. പിന്നെ ഇത് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇത് ദുബൈയിലായതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ കമ്മലൊക്കെ ഇട്ടിട്ട് പോവാൻ കിട്ടുന്ന ചാൻസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് അധികം ഇതൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു ഓൾഡ് കുട്ടി ജുംക്കയാണ്. ഇതും എവിടുന്ന് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ ആയത്. പിന്നെ അതേപോലത്തെ ഒരു കുട്ടി ജുംക്കയാണ്. ഇതും എൻ്റെ കയ്യിൽ കുറേ ആയി. പിന്നെ ഇതെനിക്ക് മുമ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ കേട്ടോ. ഇതിടുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എന്നെ ഇഷ്ടം ഇതിട്ടിട്ടായിട്ടാണ്. ഇത് സൂപ്പർ അല്ലേ? സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു നമ്മളെ ക്യൂട്ട് ട്രഡീഷണൽ ജുംക്കയാണ്. ഇത് നമ്മൾ പണ്ടത്തെ നല്ല ക്യൂട്ട് ജുംക്ക കാണുമ്പോൾ നല്ല ഗോൾഡ് പോലെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്ന് ഏതോ ഒരു മാളിൽ നിന്നൊരു ജ്വല്ലറി സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ പിന്നെ പണ്ടേ ഉള്ളൊരു കമ്മലാണ്. എൻ്റെ ഒരു സിമ്പിൾ കമ്മലാണ്. ഇത് ഞാൻ വാങ്ങിയത് എനിക്കൊന്ന് ഇവിടെ നിന്നാണ്, ടെമൂന്നാന്ന് തോന്നുന്നു വാങ്ങിയത്. പിന്നെ ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു കമ്മലാണ്. ഇതും എഗെയിൻ നമ്മളെ കൊക്ക കമ്മലാണ്. ഇതിങ്ങനെ ഇടേണ്ടതാണ്. അത് കാണിച്ചു തരാം. ഇതും ഒരു സിൽവർ ടൈപ്പിൽ വരുന്ന ഒരു കമ്മലാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അവളും ജ്വല്ലറി പേജ് ഉണ്ട്, റാസത്തെ ഫാഷൻ എന്നാണ്. അപ്പോൾ ആ പേജും കൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് ഞാൻ 2 പേജും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ. നല്ല കളക്ഷൻസ് 2 പേജിലും ഉണ്ട്. ഇസ്പ കളക്ഷനിലും റാസാത്തി ഫാഷനിലും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ കുറേ ഇതുപോലത്തെ കുറേ സ്റ്റഡുകളാണ്. അത് കുറേ എണ്ണം ഇവിടേക്കുണ്ട്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല. ഇതൊക്കെ നമ്മളിവിടുന്ന് മാക്സെന്നോ അങ്ങനെ ടെമൂന്നോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ആയിട്ട് വാങ്ങുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഗായ്സ്, എൻ്റെ കമ്മൽ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറേ വാങ്ങാനുണ്ട്. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് കുറേ ഇങ്ങനത്തെ വലിയ വലിയ കമ്മലെല്ലാം ഇട്ടിട്ട് പോകാനുള്ള ചാൻസ് കുറവല്ലേ. അപ്പം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിലാണെങ്കിൽ നമുക്ക് തെയ്യത്തിന്, കുടിയാലിന്, മംഗലത്തിനെല്ലാം പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ആകുമ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ബൈ ഗായ്സ്.